നമസ്കാരം. ഇറാൻ സൈന്യം നെതന്യാഹുവിനെ പിന്തുടർന്നു. ഇസ്രായേൽ സേനയെ കൊന്നു തള്ളുന്ന ഇറാൻ പട. നെതന്യാഹുവിനെ ജീവനോടെ ഉണ്ടെങ്കിൽ തീർത്തിരിക്കും, അത് എവിടെയായാലും അത് ഞങ്ങൾ പിന്തുടർന്ന് തന്നെ കൊന്നിരിക്കും എന്ന് പറയാൻ കഴിയുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡിന് മാത്രമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയുള്ള വധഭീഷണിയാണത്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ കൊലയാളി എന്ന് പറയപ്പെടുന്ന നെതന്യാഹു ജീവനോടെ ശേഷിക്കുന്നുണ്ടെങ്കിൽ പിന്തുടർന്നെത്തി കൊല്ലുമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് അവരുടെ വെബ്സൈറ്റായിട്ടുള്ള സഫ ന്യൂസിൽ വ്യക്തമാക്കിയത്. നെതന്യാഹുവിനെ ബാലഘാതകൻ എന്ന് വിശേഷിപ്പിച്ചാണ് IRGCയുടെ സന്ദേശം വന്നത്. കുട്ടികളെ കൊല്ലുന്ന കുറ്റവാളി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ പിന്തുടർന്ന് അയാളെ ഇല്ലാതാക്കുമെന്നാണ് ആ പ്രസ്താവനയിൽ പറയുന്നത്. കുറച്ച് ദിവസമായി നെതന്യാഹുവിനെ പൊതുവേദികളിൽ കാണാറില്ല എന്നുള്ള റിപ്പോർട്ട് നിലനിൽക്കുമ്പോഴാണ് ഈ ഒരു പ്രസ്താവന. മാർച്ച് 12-നാണ് ഇസ്രായേൽ നെതന്യാഹുവിന്റെ വീഡിയോ പുറത്തുവിട്ടത്. വീഡിയോ അത് AI നിർമ്മിതമാണ് എന്നും അദ്ദേഹത്തിന്റെ ഒരു കയ്യിൽ 6 വിരലുകൾ ഉള്ളതായി തോന്നിപ്പിക്കുന്നു എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ അഭ്യൂഹങ്ങൾ ഉയർന്നുവെങ്കിലും വാർത്തകൾ ഇസ്രായേൽ തള്ളിയിരുന്നു. എന്നാൽ നെതന്യാഹു ജീവനോടെ ഉണ്ട് എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് IRGCയുടെ പ്രസ്താവന. ഇസ്രായേൽ ഇറാൻ ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയ മിസൈൽ വർഷത്തിൽ നെതന്യാഹുവിന്റെ ബങ്കർ തകർന്നതായും മരിച്ചതായുമുള്ള അഭ്യൂഹങ്ങൾ പരന്നു. പിന്നാലെ നെതന്യാഹുവിന്റെ വീഡിയോ സന്ദേശം പുറത്തു വന്നുവെങ്കിലും അതിൽ നെതന്യാഹുവിന് 6 കൈവിരലുകൾ ഉള്ളതായി കണ്ടെത്തി. ഇതോടെ വീഡിയോ AI നിർമ്മിതമാണ് എന്നും പ്രചരണങ്ങൾ ഉണ്ടായി. മാത്രവുമല്ല, നെതന്യാഹുവിന്റെ മകനായിട്ടുള്ള യായിർ നെതന്യാഹു മാർച്ച് മാസം 9-ന് ശേഷം പിന്നെ X ഹാൻഡിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് ഇത് കുടുംബത്തിലുണ്ടായിട്ടുള്ള ദുരന്തത്തെ തുടർന്നാണ് എന്നുള്ള അഭ്യൂഹങ്ങളാണ് പരന്നത്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമേനിയെ കൊല്ലുമെന്ന് വീഡിയോയിൽ നെതന്യാഹു ഭീഷണി മുഴക്കിയിരുന്നു. അതേസമയം നെതന്യാഹു എവിടെയാണ് എന്ന് നിരൂപക കാർഡ് സോവൻസും അടക്കം ചോദിച്ചിട്ടുണ്ട്. എന്നാൽ നെതന്യാഹുവിന്റെ മരണ വാർത്തകൾ അദ്ദേഹത്തിന്റെ ഓഫീസ് നിഷേധിക്കുന്നുണ്ട്. നെതന്യാഹു സുഖമായിരിക്കുന്നു എന്നാണ് ഓഫീസ് വ്യക്തമാക്കുന്നത്. ചില ഉപയോക്താക്കൾ അദ്ദേഹത്തിന്റെ മകൻ യായിർ നെതന്യാഹു സോഷ്യൽ മീഡിയയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ എക്സിൽ ഏകദേശം 2,84,000 ഫോളോവേഴ്സ് ഉള്ള വളരെ സജീവമായിട്ടുള്ള യായിർ മാർച്ച് 9 മുതൽ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ സന്ദേശങ്ങളൊക്കെ പ്രചരിക്കുന്നത്. അതേസമയം ഇറാന്റെ പുതിയ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമേനി ജീവനോടെ ഉണ്ടോ എന്നും എന്നാൽ അദ്ദേഹത്തിന് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുമ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടാകുന്നില്ല. ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്താ ഏജൻസികൾ ഈ വിവരം പുറത്തുവിട്ടിട്ടുണ്ട്. പരിക്കേറ്റതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ആശയവിനിമയം ഉൾപ്പെടെ അതീവ നിയന്ത്രണത്തിലാണ് എന്നുള്ള സൂചനകൾ വരുന്നു. കൂടാതെ മുജ്തബ ഖമേനിയുമായിട്ടുള്ള എല്ലാ ആശയവിനിമയങ്ങളും ഇപ്പോൾ IRGCയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഖമേനിയുടെ സന്ദേശങ്ങൾ പുറം ലോകത്ത് എത്തിക്കുന്നത് IRGC ഉദ്യോഗസ്ഥരാണ് എന്നുള്ള അടക്കമുള്ള വാർത്തകൾ റിപ്പോർട്ടുകളായി പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ മുജ്തബ ജീവനോടെ ഇല്ല എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇതിനോടൊപ്പം ചേർത്ത് പറയുന്നുണ്ട്. അപ്പോൾ മുജ്തബയുടെ ആരോഗ്യനിലയെക്കുറിച്ച് US പലപ്പോഴായി പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ആദ്യം ഗുരുതരമായി പരിക്കേറ്റ് ശരീരത്തിന്റെ രൂപം തന്നെ മാറിപ്പോയെന്നവരെ US-ന്റെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. US-ഉം ഇസ്രായേലും സംയുക്തമായിട്ട് നടത്തിയ ആക്രമണത്തിൽ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിരുന്നല്ലോ. ഈ ആക്രമണത്തിലാണ് മുജ്തബയ്ക്കും പരിക്കേറ്റത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ആക്രമണത്തിൽ ഇദ്ദേഹത്തിന്റെ മകനും ഭാര്യയുമടക്കം കൊല്ലപ്പെട്ടിരുന്നു എന്ന് കൂടി പറയുന്നു. അലി ഖമേനിക്ക് പിന്നാലെ മുജ്തബയെ പരമോന്നത നേതാവായി ഇറാൻ അവരോധിച്ചിരുന്നു. എന്നാൽ സ്ഥാനാരോഹണത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങളോ വീഡിയോകളോ ഒന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. പകരം എഴുതി തയ്യാറാക്കിയ പ്രസ്താവനകൾ മാത്രമാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇതോടെയാണ് മുജ്തബ ഖമേനി ജീവനോടെ ഇല്ല എന്നുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നത്. അതേസമയം സൗദിയിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയത് തങ്ങളല്ല എന്നും ഇസ്രായേൽ ഇറാന്റെ പതാക വ്യാജമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയതാണ് എന്നുമൊക്കെ ഇറാൻ സൈന്യം ആരോപിക്കുന്നുണ്ട്. സൗദിയിലെ ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ടുകൊണ്ട് കനത്ത ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. 10 ഡ്രോണുകൾ തകർത്തതായിട്ട് സൗദി പ്രതിരോധ മന്ത്രാലയം അടക്കം വ്യക്തമാക്കുകയും ചെയ്തു. തുർക്കി, ഇറാഖ്, കുവൈത്ത് എന്നിവിടങ്ങളിലേക്ക് ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തിയ ശേഷം അത് ഇറാന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നുവെന്നും മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളൊക്കെ അത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്നുകൂടിയുള്ള ഇറാന്റെ ആരോപണങ്ങൾ വരുന്നുണ്ടായിരുന്നു. ഇറാന്റെ ഷഹീദ് ഡ്രോണുകളോട് സാമ്യമുള്ള ലൂക്കാസ് ഉപയോഗിച്ചുകൊണ്ടാണ് സൗദിയിലും കുവൈറ്റിലും ഇറാഖിലും ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് ഇറാന്റെ ആരോപണം. ഇറാൻ ഒരിക്കലും ജനവാസ മേഖലകളെ ലക്ഷ്യമിടില്ല എന്നും അമേരിക്കൻ വ്യോമതാവളങ്ങൾ, അമേരിക്കൻ ബന്ധമുള്ള സ്ഥാപനങ്ങൾ, ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നേരെ മാത്രമേ ആക്രമണം ഉണ്ടാവുകയുള്ളൂ എന്ന് കൂടി ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാൻ നടത്തുന്ന എല്ലാ ആക്രമണങ്ങളും ഔദ്യോഗികമായിട്ട് ഇറാൻ സ്ഥിരീകരിക്കാറുണ്ട് എന്ന് കൂടി അവർ പറയുമ്പോഴും അവർ ഒറ്റ ലക്ഷ്യം മാത്രമേ വയ്ക്കുന്നുള്ളൂ. ഏത് തരത്തിലാണോ ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചത് അതുപോലെ നെതന്യാഹുവിനെ കൊല്ലുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇറാന്റെ സൈന്യം രണ്ടും കൽപ്പിച്ച്
ഇസ്രായേലിലേക്ക് ഇടിച്ചു കയറുന്നതും നെതന്യാഹുവിനെ പിന്തുടർന്ന് കൊല്ലാൻ ശ്രമിക്കുന്നതും. ഇസ്രായേൽ സേനയെ കൊന്നു തള്ളുന്ന ഇറാൻ പടയെ തകർക്കാൻ കഴിയാതെ ആകെ അവതാളത്തിലായി നിൽക്കുന്ന ഇസ്രായേലി പടയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്.